അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ നമ്മുടെ സിലബസ് പ്രകാരം സൂറത്തുൽ മുൽക്കിൻ്റെ ഏറ്റവും അവസാനത്തെ ക്ലാസ്സിലാണുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഒരു 6 ആയത്തുകൾ കൂടിയാണ് പഠിക്കാനുള്ളത്. അതോടുകൂടി സൂറത്ത് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഖിറാഅത്തിലേക്ക് പ്രവേശിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويقولون متى هذا الوعد إن كنتم صادقين. قل إنما العلم عند الله وإنما أنا نذير مبين. فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون. قل أرأيتم إن أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم. قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين. قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين. ويقولون متى هذا الوعد إن كنتم صادقين. നിങ്ങൾ അള്ളാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും, ഖിയാമത്ത് സംഭവിക്കും എന്നൊക്കെ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ വരും, ഇത്തരം കാര്യങ്ങളൊക്കെ അവിശ്വാസികളായ ആളുകളോട് മുന്നറിയിപ്പ് നൽകുമ്പോൾ അവർ പരിഹാസരൂപേണ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു: എപ്പോഴാണ് നിങ്ങൾ ഈ പറയുന്ന ശിക്ഷ വരിക? എപ്പോഴാണ് ഈ ഖിയാമത്ത് വരിക? അവരിങ്ങനെ പരിഹാസരൂപേണ അതിന് ധൃതി കാണിച്ചുകൊണ്ടിരുന്നു. എപ്പോഴാണത് സംഭവിക്കുക എന്നൊക്കെ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. അതാണ് ഇവിടെ 25-ാമത്തെ ആയത്തിൽ പറയുന്നത്. വയഖൂലൂൻ, അവർ പറയുന്നു, മതാ ഹാദൽ വഅദ്, എപ്പോഴാണ് ഈ വാഗ്ദാനം? വഅദ് എന്ന് പറഞ്ഞാൽ വാഗ്ദാനം എന്നാണ് അർത്ഥം. അതായത് വാഗ്ദാനം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്, നേരത്തെ പറഞ്ഞല്ലോ, അവങ്കലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് പറഞ്ഞല്ലോ. വ ഇലൈഹി തുഹ്ശറൂൻ, അവങ്കലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് പറഞ്ഞല്ലോ. ആ ഒരു വാഗ്ദാനം എപ്പോഴാണത് നടക്കുക? ഇതവർ ചോദിച്ചുകൊണ്ടിരുന്നു. ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ എപ്പോഴാണ് ആ വഅദ് സംഭവിക്കുക? എപ്പോഴാണ് ഒരുമിച്ച് കൂട്ടൽ സംഭവിക്കുക? ഇത് അവിശ്വാസികളായ കുഫാറുകൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് ഇങ്ങനെ പരിഹാസരൂപേണ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ്. അപ്പം അവരോട് മറുപടി നൽകാൻ വേണ്ടിയിട്ട് അള്ളാഹ് പറയാണ് അടുത്ത ആയത്തിൽ, ഖുൽ ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ്, പറയുക, ഇന്നമൽ ഇൽമു, ആ കാര്യത്തെപ്പറ്റിയുള്ള അറിവ്. എപ്പോഴാണ് ഹശർ? എപ്പോഴാണ് മനുഷ്യൻ്റെ പുനരുദ്ധാരണം? എപ്പോഴാണ് ഖിയാമത്ത് സംഭവിക്കുക? ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഒരിക്കലും തന്നെ അല്ലാഹുവല്ലാത്ത ഒരാൾക്കും അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ നമ്മൾ നേരത്തെ ഇസ്ലാം കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ, ഇഹ്സാന്, ഇതൊക്കെ മനസ്സിലാക്കി തരുന്ന സുദീർഘമായ ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയുടെ അരികിൽ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? എന്താണ് ഈമാൻ? നബി ഈമാൻ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. അതിൽ നിന്നാണ് നമ്മൾ എന്താണ് ഈമാൻ കാര്യങ്ങളെന്ന് മനസ്സിലാക്കുന്നത്, ആ ഹദീസിൽ നിന്നാണ്. പിന്നെ ഇസ്ലാം കാര്യം എന്താണ്?
പിന്നെ ഇഹ്സാൻ എന്താണ്? ആ കൂട്ടത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പിന്നീട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ്? എന്ത്? മതസ്സാ, എപ്പോഴാണ് അന്ത്യദിനം സംഭവിക്കുക? അത് അതിലൂടെ നമ്മൾക്ക് അറിയിച്ചു തരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതിന് കൊടുത്ത മറുപടി എന്താണ്? മൽ മസ്ഊലു അൻഹാ ബിഅഅലം മിനസ്സായിൽ. ആ വിഷയത്തിൽ ചോദിക്കുന്ന നിങ്ങൾക്ക് എത്രയാണോ അറിവുള്ളത് അത്രേ എനിക്കും അറിയുള്ളൂ. അതിലപ്പുറം എപ്പോഴാണ് ഖിയാമത്ത് സംഭവിക്കുക എന്നുള്ളത് ഒരാൾക്കും തന്നെ അറിയുകയില്ല. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നു, എന്നാൽ അതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരൂ. അപ്പോൾ റസൂൽ അതിൻ്റെ അടയാളങ്ങൾ ഓരോന്നോരോന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതെ, ഖുൽ ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ്, തീർച്ചയായും അതിനെപ്പറ്റിയുള്ള ഇൽമ്, അതിനെപ്പറ്റിയുള്ള അറിവ് ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അരികിലാണ്. എന്താന്ന് പറഞ്ഞാൽ അരികിൽ, ഇന്ദീ എന്ന് പറഞ്ഞാൽ എൻ്റെ അരികിൽ, ഇന്ദീ ഖലമുൻ, എൻ്റെ അരികിൽ ഒരു പേനയുണ്ട്. ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അരികിലാണ്. വ ഇന്നമ അന നദീറുൻ മുബീൻ, തീർച്ചയായും ഞാൻ ആര് മാത്രമാണ്? ഒരു നദീർ. നദീർ എന്ന് പറഞ്ഞാൽ താക്കീതുകാരൻ, മുന്നറിയിപ്പുകാരൻ. മുബീൻ എന്ന് പറഞ്ഞാൽ സ്പഷ്ടമായ വ്യക്തമായ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ് ഞാൻ. അതിലപ്പുറം എനിക്കൊന്നുമില്ല. അല്ലാഹു തആല വഹീ മുഖാന്തരം എന്നെ അറിയിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നു. അതിലപ്പുറം ഒന്നുമില്ല. അള്ളാഹ് എനിക്ക് അറിയിച്ചു തരുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്കറിയുള്ളൂ. ഈ ഖിയാമത്തിനെ പറ്റി, ഹശറിനെ പറ്റിയുള്ള കാര്യങ്ങൾ, അത് എപ്പോഴാണ് എന്നുള്ള കാര്യങ്ങൾ അത് എനിക്കറിഞ്ഞുകൂടാ. അതിനെപ്പറ്റിയുള്ള അറിവ് അള്ളാഹുവിൻ്റെ അരികിൽ മാത്രമാണ്. ഇനി അല്ലാഹു തആല ഈ ഖിയാമത്ത് സംഭവിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഹശർ, പുനരുദ്ധാരണം, ഒരുമിച്ച് കൂട്ടൽ, അത് സംഭവിക്കുന്ന സമയത്ത് അവിശ്വാസികളുടെ ഒരു മുഖത്തിൻ്റെ അവസ്ഥ, അവരുടെ ഒരു മുഖഭാവം എന്താകുമെന്നാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. അപ്പം ഇന്ന് അവർ അതിനെ നിഷേധിക്കുന്നു. എപ്പോഴാണ് ഈ വഅദ്, എപ്പോഴാണ് ഈ വഅദ്? അവർ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് സംഭവിക്കുന്ന സമയത്ത് അവരുടെ മുഖഭാവമാകെ മാറിപ്പോകും. അതിനെപ്പറ്റിയാണ് അല്ലാഹു തആല പറയുന്നത്. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഒരിക്കലും അതിനെ നിഷേധിക്കാൻ പറ്റില്ലല്ലോ. സൂറത്തുൽ വാഖിഅയിൽ അല്ലാഹ് പറയുന്നുണ്ടല്ലോ, ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ. ആ ഭയങ്കരമായ സംഭവം അത് സംഭവിക്കുമ്പോൾ, ലൈസ ലിവഖഅതിഹാ കാദിബ, അപ്പോൾ അതിനെ കളവാക്കുന്ന, നിഷേധിക്കുന്ന യാതൊന്നും ഉണ്ടാവുകയില്ല. സംഭവിക്കുന്ന സമയത്ത് അതിനെ നിഷേധിക്കാൻ കഴിയൂലല്ലോ ഒരിക്കലും. സംഭവിക്കുന്നത് വരെ അതുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു നോക്കാം. പക്ഷേ അത് സംഭവിക്കുന്ന സമയത്ത് അവരുടെ ഒരു മുഖഭാവം എന്താവും? അതാണ് ഈ ആയത്തിൽ പറയുന്നത്. ഫലമ്മാ റഅൗഹു സുൽഫതൻ സീഅത് വുജൂഹുൽ ലദീന കഫറു. ഫലമ്മാ റഅൗഹു, അവർ അതിനെ കാണുന്ന സമയത്ത്, കണ്ടപ്പോൾ എന്നാണ് വാക്കർത്ത്. അതൊരു പാസ്റ്റായിട്ടുള്ള രൂപത്തിലാണ് അല്ലാഹു തആല അതിനെ പ്രയോഗിക്കുന്നത്. ഈ പാസ്റ്റായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ, അതത്രയും അവരോട് അടുത്ത് നിൽക്കുന്ന ഒന്നാണ്, അധികം വിദൂരത്തല്ല എന്നുള്ളൊരു സൂചന കൂടിയാണ് നൽകുന്നത്. ഫലമ്മാ റഅൗഹു, അവരതിനെ കാണുന്ന സമയത്ത്, സുൽഫത്തൻ, സുൽഫത്ത് എന്ന് പറഞ്ഞാൽ അടുത്ത്, സമീപത്ത്, തൊട്ട് മുമ്പിൽ അവർ ആ ഖിയാമത്ത് കാണുന്ന സമയത്ത്, സീഅത്ത് വുജൂഹുൽ ലദീന കഫറു. സീഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മ്ലാനമാകുമെന്നാണ്. വുജൂഹ് എന്ന് പറഞ്ഞാൽ വജ്ഹ് എന്നതിൻ്റെ ബഹുവചനമാണ് വുജൂഹ്. വുജൂഹുൽ ലദീന കഫറു, അവിശ്വാസികളുടെ മുഖങ്ങളാകെ മ്ലാനമായി പോവും. കാരണം എന്താണ്? അവരുണ്ടാവൂല എന്ന് പ്രതീക്ഷിച്ച ഒരു സാധനം കണ്ണുമുന്നിൽ ഇങ്ങോട്ട് വരികയാണ്. അവരിനി ഞങ്ങൾ എഴുന്നേൽപ്പിക്കപ്പെടൂല, ഞങ്ങൾ എല്ലും അതുപോലെ തന്നെ മണ്ണുകളുമൊക്കെയായിട്ട് ഭൂമിയിൽ ലയിച്ചു ചേരും, ഇനിയൊരു എഴുന്നേൽപ്പില്ല എന്നൊക്കെ വാദിച്ച് നടന്ന ആളുകൾ അവരങ്ങോട്ട് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്ന സമയത്ത് അവരാകെ വെപ്രാളപ്പെട്ടു പോവുകയാണ്. കാരണം എന്താ? ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഒരു സംഗതി ഇതാ കണ്ണുമുന്നിൽ അങ്ങോട്ട് നടക്കുകയാണ്. ആ സമയത്ത് സീഅത്ത് വുജൂഹുൽ ലദീന കഫറു, അവിശ്വാസികളുടെ മുഖങ്ങളാകെ മ്ലാനമായി പോകും. അപ്പോൾ അവരോട് പറയപ്പെടും, എന്താ പറയപ്പെടുക? വഖീല ഹാദല്ലദീ കുൻതും ബിഹി തദ്ദഊൻ. വഖീല, അവരോട് പറയപ്പെടും, ഹാദല്ലദീ, ഇതാണ്, ഈ കാര്യമാണ്, ഈ ഹശറാണ്, ഈ ഖിയാമത്താണ്, കുൻതും ബിഹി തദ്ദഊൻ, നിങ്ങൾ വിളിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. തദ്ദഊൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിളിച്ച് ആവശ്യപ്പെടുക, വാദിക്കുക എന്നൊക്കെയാണ്. എവിടെ ഖിയാമത്ത്, എവിടെ ഹശർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ചോദിച്ചുകൊണ്ടിരുന്നല്ലോ.
ഇത് സംഭവിക്കുമ്പോൾ അവരോട് പറയപ്പെടും, ഇതാണ് നിങ്ങൾ അന്ന് വാദിച്ചുകൊണ്ടിരുന്ന, നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ആ ഒരു ഹശ്ർ ഇതാണ് എന്ന് അവരോട് അന്ന് ഖിയാമത്തിന്റെ സമയത്ത് അവരോട് പറയപ്പെടുമെന്നാണ്. ഖുൽ അറഅയ്തും ഇൻ അഹ്ലകനി അല്ലാഹു വമൻ മഇയ ഔ റഹിമനാ ഫമൻ യുജീറുൽ കാഫിരീന മിൻ അദാബിൻ അലീം. ഖുൽ പറയുക, അറഅയ്തും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, അറഅയ്തും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, ഇൻ അഹ്ലകനി അല്ലാഹ്, അഹ്ലക എന്ന് പറഞ്ഞാൽ എന്താണ്? നശിപ്പിച്ചു എന്നാണ്. അഹ്ലകനി അല്ലാഹ്, എന്നെ അല്ലാഹ് നശിപ്പിച്ചാൽ, എന്നെ മാത്രമല്ല, വമൻ മഅയ്യ, മഅ എന്ന് പറഞ്ഞാൽ കൂടെ അല്ലേ, വമൻ മഅയ്യ എൻ്റെ കൂടെയുള്ളവരെയും അള്ളാഹു നശിപ്പിച്ചാൽ, അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റായിട്ട് ഔ റഹിമന, അവൻ ഞങ്ങളോട് റഹ്മത്ത് കരുണ ചെയ്താൽ, കാരുണ്യം കാണിച്ചാൽ, ഫമൻ യുജീറുൽ കാഫിരീൻ, യുജീറു എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തുക. ആരാണ്? ഫമൻ യുജീറുൽ കാഫിരീന മിൻ അദാബിൻ അലീം, വേദനയേറിയ ശിക്ഷയിൽ നിന്നും അവിശ്വാസികളെ രക്ഷിക്കുന്നവൻ ആരാണ്? അദാബുൻ അലീം എന്ന് പറഞ്ഞാൽ, അലീം അലമ് എന്ന് പറഞ്ഞാൽ വേദന എന്നാണ്. അലീം എന്ന് പറഞ്ഞാൽ വേദനയേറിയ ശിക്ഷ, അതിൽ നിന്നും ആരാണ് അവിശ്വാസികളെ രക്ഷിക്കുവാനുള്ളത്? ഖുൽ ഹുവർ റഹ്മാനു ആമന്നാ ബി, പറയുക, ഹുവർ റഹ്മാൻ, അവൻ റഹ്മാനാണ്, പരമകാരുണ്യകനാണ്. ആമന്നാ ബിഹി, ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ബിഹി അവനിൽ, വ അലൈഹി തവക്കൽന അവൻ്റെ മേൽ, അലൈഹി അവൻ്റെ മേൽ, തവക്കൽന ഞങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ആ റഹ്മാനായ കരുണാനിധിയായ പരമകാരുണ്യകനായ ആ റബ്ബിലാണ് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഏൽപ്പിച്ചത്. ഫസതഅലമൂൻ, ഇനി നിങ്ങളറിയും, വഴിയെ നിങ്ങളറിയും, മൻ ആരാണ്, ഹുവ ഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിൽ ആരാണ് എന്ന് നിങ്ങൾ വഴിയെ അറിയും. ഇനി ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ആയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വലിയ, നമ്മൾക്കൊക്കെ വളരെയധികം ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടാണ് അല്ലാഹു തആല സൂറത്ത് അവസാനിപ്പിക്കുന്നത്. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. ഖുൽ പറയുക, അറഅയ്തും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, ഇൻ അസ്ബഹ, അസ്ബഹ എന്ന് പറഞ്ഞാൽ ആയിത്തീർന്നു എന്നാണ്. ഇൻ അസ്ബഹ ആയിത്തീർന്നാൽ, മാഉക്കും നിങ്ങളുടെ വെള്ളം, നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ കുടിക്കാനും നിങ്ങൾ കുളിക്കാനും അലക്കാനും പാചകം ചെയ്യാനും എല്ലാറ്റിനും നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളമില്ലാത്ത ഒരവസ്ഥയെപ്പറ്റി നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അള്ളാഹ് നമ്മളോട് പറയാണ്, നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് അള്ളാഹ് ചോദിക്കുകയാണ്. അറഅയ്തും, നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ, ഇൻ അസ്ബഹ മാഉക്കും നിങ്ങളുടെ വെള്ളം അത് ആയിത്തീർന്നാൽ, എന്തായിത്തീർന്നാൽ, ഗൗറൻ, ഗൗറൻ എന്ന് പറഞ്ഞാൽ വറ്റിയത് എന്നാണ്. മൊത്തത്തിൽ അർത്ഥം പറയുമ്പോൾ എങ്ങനെ പറയാം, നിങ്ങളുടെ വെള്ളം വറ്റിപ്പോവുന്നതിനെപ്പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ കിണറ്റിൽ ഇങ്ങനെ വേനൽ കടുത്തു വരുന്ന സമയത്ത് വെള്ളമൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരും അല്ലേ? അതുകൊണ്ട് വറ്റി തീർന്നങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് രേഷം കിട്ടുമോ നോക്കും. അവിടെയും തീർന്നാലോ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഉള്ളിടത്ത് ഇതൊക്കെ അല്ലാഹു തആല ഭൂമിയിൽ ഒരുക്കിയാലല്ലേ നമുക്ക് അപ്പുറത്തുനിന്നൊക്കെ ഇത് എടുത്തു കൊണ്ടുവന്ന് പരിഹരിക്കാൻ കഴിയുള്ളൂ. ഭൂമിയിൽ ആ വെള്ളം അങ്ങോട്ട് വറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഫമൻ യഅതീകും ആരാണ് നിങ്ങൾക്കത് കൊണ്ടുവന്ന് തരിക? ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, മഈനായ മാ. എന്താണ് മഈൻ എന്ന് പറഞ്ഞാൽ? ഉറവ് ജലം. ആരാണ് നിങ്ങൾക്ക് ഒഴുകി വരുന്ന ഉറവ് ജലം കൊണ്ടുവന്ന് തരാനുള്ളത്? കിണറ്റിലെ ഉറവ് പറ്റിക്കഴിഞ്ഞാൽ ആരാ നിങ്ങൾക്കത് കൊണ്ടുവന്ന് തരാനുള്ളത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ്.
വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് ചോദിക്കുന്നുണ്ട്, ആരാണ് നിങ്ങൾക്ക് മേഘക്കീറിൽ നിന്നും മഴ വർഷിപ്പിച്ച് നൽകുന്നത്? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലുൻ. നിങ്ങളാണോ മേഘക്കീറിൽ നിന്നും മഴ വർഷിപ്പിക്കുന്നത്, അതല്ല നാം ആണോ എന്ന് അള്ളാഹ് ചോദിക്കുന്നുണ്ട്. വല്ലാത്തൊരു ചോദ്യമാണത് അല്ലേ? നമുക്ക് വെള്ളം യഥേഷ്ടം അതിൻ്റെ സമയമാകുമ്പോൾ മഴ വർഷിക്കുന്നതുകൊണ്ട് നമുക്കതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. അതൊരു വർഷം കിട്ടാതെ നോക്കണ്ടേ, അപ്പോഴാണ് അതിൻ്റെ പ്രയാസം നമുക്ക് മനസ്സിലാവുക. അതാണ് അള്ളാഹ് ചോദിക്കുന്നത്, നിങ്ങളാണോ അത് വർഷിക്കുന്നത്, അതല്ല നാം ആണോ? അല്ലാഹു തആല നമുക്ക് തന്ന വല്ലാത്തൊരു നിഅമത്താണ് നമ്മുടെ വെള്ളമെന്ന് പറയുന്നത്. അപ്പം അത് ഉപയോഗിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പടച്ചവനോട് നമ്മൾ നന്ദി കാണിക്കണം. വെള്ളം ഉപയോഗിക്കുന്ന സമയത്തുള്ള നന്ദി എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ള പറഞ്ഞതുപോലെ ബിസ്മി ചൊല്ലിക്കൊണ്ട് വലത് കൈ കൊണ്ട് കുടിക്കുക. അതുപോലെ വെള്ളം പിന്നെ അത് അമൂല്യമാണ്, പാഴാക്കാതിരിക്കുക എന്നുള്ളതൊക്കെ റബ്ബിനോട് നമ്മൾ കാണിക്കുന്ന വലിയ ഒരു ശുക്റാണ്. അത് നമ്മളൊക്കെ ജീവിതത്തിൽ പാലിക്കേണ്ടതാണ്. നമ്മൾ വുളു എടുക്കുന്ന സമയത്ത്, അതേപോലെ തന്നെ കുളിക്കുന്ന സമയത്തൊക്കെ ഒരു കണക്കില്ലാതെ വെള്ളം പാഴാക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾക്കുള്ളത്. യഥേഷ്ടം പൈപ്പ് തുറന്ന വെള്ളം കിട്ടുന്നത് കൊണ്ട് നമ്മളങ്ങനെ തുറന്ന് കളയും. ഒരു കണക്കില്ല, നമ്മളത് പാഴാക്കി കളയണം. ഒരിക്കലും പാടില്ല. നമ്മൾക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ ഉപയോഗിക്കുക. കാരണം എന്താ അറിയോ, ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നല്ല, അല്ലാഹു തആല സംവിധാനിച്ച് നൽകുന്ന ഒന്നാണ്. അപ്പോൾ ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, നിങ്ങളുടെ ജലം വറ്റിപ്പോയാൽ ആരാണ് നിങ്ങൾക്ക് ഉറബ് ജലം കൊണ്ടുവന്ന് നൽകുവാനുള്ളത്? ഒരാളുമില്ല എന്നൊരു തിരിച്ചറിവാണ് നമ്മൾക്ക് ഉണ്ടാവേണ്ടത്. സുഹൃത്തുക്കൾ, അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്, സൂറത്തുൽ മുൽക്കിൻ്റെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് നമ്മൾക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന, പ്രധാനമായും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ലക്ഷ്യം എന്താണ് എന്ന് ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചു. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരധ്യായമാണ്. നിർബന്ധമായി നമ്മളിതൊക്കെ പരമാവധി വായിക്കുക, പഠിക്കുക, അതിൻ്റെ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക. അതോടൊപ്പം നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് തയ്യാറെടുക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.